പോകാം. ഇനി ഇന്ന് എന്താ പ്രശ്നം? എന്തോ പ്രശ്നം? ഒന്നുമില്ല, വാ പോവാം. വാ പെട്ടെന്ന് പോവാം. ഇന്ന് ലേറ്റ് ആയ പിന്നെ വീട്ടിൽ ഇരിക്കാം. ഇന്ന് എന്റെ പുള്ളി ലേശം സീനാന്നാ കേട്ടെ. ഇപ്പം എന്തിനാ ഈ സാറ് മാറുന്നേ? മാറുന്നല്ല പെണ്ണെ, നമ്മുടെ കമ്പനി പുള്ളി മേടിച്ചു, അതാ. ഓ, അതെങ്ങനെയാ? ഇതൊക്കെ അറിയാൻ ആരോടൊക്കെ മിണ്ടണം. You have a life, darling. എത്ര തവണ ഞാൻ പറഞ്ഞു. പറയാൻ നല്ല എളുപ്പാ, പക്ഷെ പ്രവർത്തിക്കാൻ പാടാ. നീ പറഞ്ഞൊക്കെ വെച്ച് നോക്കുമ്പോ നിന്റെ ഭാഗത്തോ അവന്റെ ഭാഗത്തോ തെറ്റില്ല. ഇപ്പൊ എത്ര നാളായില്ലേ, നിനക്കുള്ള കാര്യം പോയി പറഞ്ഞൂടെ? അല്ലാണ്ട് സൗമ്യം, പിന്നെ രണ്ടാൾക്കാരും തെറ്റ് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഞാനങ്ങനെ വിട്ടുകളയാൻ പാടില്ലായിരുന്നു. എടി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു. അല്ല, ഇറ്റ്സ് ഓക്കെ, ഐ ആം ഓൾ റൈറ്റ്. നീ ഇറങ്ങിക്കോ, ഞാൻ പാർക്ക് ചെയ്തിട്ട് വരാം. ഇഷിത വാ, സാർ ഇപ്പൊ വരും, മീറ്റിംഗ് ഉണ്ട്. അടിതാവനി, ഒരു മിനിറ്റ്. എന്റെ പൊന്നു, നീ വന്നേ, കുറച്ച് ശ്വാസം എടുത്തിട്ടുണ്ടെന്നേ. പുറത്തു പോ. നിനക്ക് എന്താ പറ്റി? ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ആള് ഇന്നെന്റെ മുന്നിൽ വന്ന് ഒരു പരിചയമില്ലാത്തവരെന്ന്. വെറുതെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അതെ, പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു സർപ്രൈസിന്റെ കാര്യം. ആദ്യതാ എന്റെ ബോയ് ഫ്രണ്ടിന്റെ അമ്മയുടെ ബ്രദറിന്റെ മോനാ സാർ. അതിന് ആരുഷ് നാട്ടിലില്ലല്ലോ. ഞാനും നാട്ടിലില്ലായിരുന്നല്ലോ. ആരാ? എടി, എന്താ? ഐ ആം അപ്പോയിന്റഡ് ആസ് എ പേഴ്സണൽ സെക്രട്ടറി. അടിപൊളി. ഇവനിത് എന്തിനുള്ള പുറപ്പാടാ? നീ പോയി പറയാൻ പറ്റില്ലാന്ന്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. PA പോസ്റ്റിൽ നിന്ന് മാറ്റുന്നു. പറ്റില്ല സർ, പ്ലീസ്. എന്നെക്കാളും ക്വാളിഫൈഡ് ആയിട്ടുള്ള കുറെ പേര് ഇവിടെ ഉണ്ട്. അവരൊന്നും നീലല്ല വിഷ. ഓൾസോ ഞാനത് സെലക്ട് ചെയ്തത് ആരുഷാണ്. സോ ഐ കാൻ ഡു എനിത്തിങ് അബൌട്ട് ദിസ്. സർ, പ്ലീസ്. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നിന്റെ പ്രോബ്ലം എന്താന്ന് പറ. അല്ലെങ്കിലും പ്രശ്നം എന്താന്ന് പറയുന്ന സ്വഭാവം നിനക്ക് പണ്ടേ ഇല്ലല്ലോ. പറയാണ്ട് ഞാൻ എങ്ങനെ അറിയാം? അപ്പൊ ഓക്കെ, നാളെ തൊട്ട് ഡ്യൂട്ടി തുടങ്ങിക്കോ. So these are the files you asked. Is there anything else I can help you with? ഇഷിത വന്നില്ലേ? No sir, better. Good morning sir. മോർണിംഗ്. ഇന്നത്തെ ഷെഡ്യൂൾ ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. എന്നാ ഞാൻ പൊക്കോട്ടെ. പോയതൊന്നും പോരെ? അല്ല, അവിടെ പോയിരുന്ന പണ്ടെടുത്തത് പോരെന്ന്. ഇനി ഇവിടെ ഇരുന്ന ഫയൽസ് ഒക്കെ ഒന്ന് നോക്കാം. ഓക്കെ. രാവിലെ വരാൻ പറഞ്ഞു, ഉച്ചയ്ക്ക് വരും. നീ വേറെ വല്ല പ്ലാനറ്റിലാണോ താമസിക്കുന്നത്? ഷെടാ, എനിക്ക് എന്റെ പെണ്ണിനെ കാണണ്ടേ? ഹേ ഇഷിത. ഹായ്. പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോഴാണ് നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടി. നൈസ് ടു മീറ്റ് യു ടു. അല്ല, വൈ ആർ യു ഹിയർ? അപ്പൊ നീ അല്ലേ എന്നെ PA ആയിട്ട് പോസ്റ്റ് ചെയ്ത്? ഇത് കഫേ അല്ല, കാഷ്വൽ ടോക്സ് നടത്താൻ. ദിസ് ഇസ് മൈ ഓഫീസ്. നീ എങ്ങനെയാ ഷട്ടയുടെ കൂടി ഇരിക്കുന്നേ? ന്യൂ തിങ്. റിസർവ് ചെയ്ത് വെച്ച് നന്നായി. എന്ത് തിരക്കാ. നാളെ കഴിഞ്ഞുള്ള പരിപാടിയൊക്കെ നീ ഒന്ന് നോക്കണേ. അതെന്നെ? അമ്മോനുണ്ട്. എന്നാ കുടിക്ക്. നീ ഇതുവരെ മര്യാദയ്ക്ക് കഴിക്കാൻ പഠിച്ചില്ലേ? ഓക്കെ ആയോ? അങ്ങനല്ലോ. ഇതിലും വലിയതൊന്നും സംഭവിക്കാനില്ല എന്ന് ഓർത്തോണ്ടിരുന്ന ഞാന്. അന്നേരം എന്തേണ്ടേ? എടി, നീ ഇത് ആരെയും പേടിക്കുന്നേ?
പുള്ളിക്കാരി ടോക്സിക് ആണെന്ന് പറഞ്ഞോണ്ട് നിനക്ക് എന്റെ സ്നേഹം വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? ഞാൻ വെച്ചല്ലോ. എടി അന്നേരം അവന്റെ കരിയർ ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞോണ്ടല്ലേ. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ അറ്റ്ലീസ്റ്റ് കാണുമോ മിണ്ടുമെങ്കിലും ചെയ്യരുത്. ആന്റി വന്നാൽ അതുപോലും നടക്കില്ല. പുള്ളിക്കാരിക്ക് എന്താണ് എന്നോട് ഇത്രയും ദേഷ്യം? എനിക്കറിയില്ല നേന. ഞാൻ അറിഞ്ഞോണ്ട് അറിയാതെ ഒരു തെറ്റും എന്നോട് ചെയ്തിട്ടില്ല. പക്ഷെ പോട്ടെ, നീ വിഷമിച്ചല്ലേ, നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. ഇഷ, നീ ലീവ് എടുത്തു? അല്ല വേണ്ട, അമ്മോളെ. യു ഡോണ്ട് ലുക്ക് ഓൾ റൈറ്റ്. അത് കുഴപ്പമില്ല, ശരിയായിപ്പോകും. ഇന്ന് നിനക്കൊരു കോഫി എടുത്തോണ്ട് വരട്ടെ? അയ്യോ വേണ്ട. അതന്നെ, ഇതൊന്നും ആദ്യമായിട്ടല്ലല്ലോ പൊന്ന. ഞാൻ പോയി കുടിച്ചോളാം. എന്നാ ഞാൻ വിളിച്ചു വരാം. വേണ്ട അതി, ഞാൻ നടന്നിട്ട് ഓടി വരാം. നിങ്ങൾക്ക് പിന്നെ എന്തിനാ പണിച്ച് വെച്ചേക്കുന്നത്? കറക്റ്റ് ആയിട്ട് ഫയൽ സബ്മിറ്റ് ചെയ്യോ ഇല്ല? സബ്മിറ്റ് ചെയ്യുന്ന ഫയൽസിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ബുൾഷിറ്റ്. Each one of you, I need this file corrected without a single mistake. ശരി, തുറന്നു വെച്ച് കേട്ടോ, a single freaking mistake before 5 p.m. ഇല്ലെങ്കിൽ എല്ലാം കൂടി വീട്ടിൽ പോയിരുന്നു. ആദി, ആ പ്രൊജക്ട് അവരെങ്ങനെ 2 മണിക്കൂർ കൊണ്ട് തീർക്കുന്നേ? അതെനിക്കറിയേണ്ട കാര്യമില്ല. പിന്നെ ആരാ അറിയണ്ടേ? നാളത്തേക്ക് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാം. യെസ്, കമിങ്. അമ്മ എന്താ നേരത്തെ? പിന്നെ എനിക്കെന്റെ കുഞ്ഞിനെ കാണണ്ടേ? അല്ല ഇത് ഇഷിത, എന്റെ PA. അമ്മ വേണം ക്യാൻറ്റീനിൽ പോ. വേണ്ട മന, ഇവിടെ ഇരിക്കും. ഞാൻ വരണ കാര്യം പറഞ്ഞപ്പോഴേ പറഞ്ഞതാ എന്റെ ഈ വരവ് നിനക്കൊരു കൂട്ടിനെ കണ്ടുപിടിച്ച് തരാനാണ്. അമ്മ നീ ഒന്നും പറയണ്ടതേവാ. ഗൗരി നാളെ വരും. നിങ്ങൾ 5 ഡേറ്റിനൊക്കെ പോവും. നിങ്ങൾ പെർഫെക്റ്റ് മാച്ചല്ലേ? എന്റെ മോന് പെർഫെക്റ്റ് മാച്ച് ആരാണ് എനിക്കറിയാൻ പാടില്ല. ഞാൻ അമ്മ ഇറങ്ങുക. നീ ഈവനിങ് വീട്ടിലേക്ക് പോരാ. ബൈ. Sir, what are you doing? നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറയാൻ? അമ്മ പറഞ്ഞൊക്കെ കേട്ടിട്ട് നിനക്ക് എന്നോട് ഒന്നും പറയാനില്ല? ഞാൻ എന്ത് പറയണ്ടേ? ഒന്നും പറയാനില്ലേ? ഞാൻ ആരുടെ കൂടെ പോയാലും നിനക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എന്ത് പറയാനാ ആദി? ഇറ്റ്സ് യുവർ മദർ, യുവർ ലൈഫ്, യുവർ വൈഫ്. അത് PA എനിക്കെന്താ അറിവ്? ഞാൻ നിന്നോട് ചോദിക്കുന്നത് നീ എന്റെ PA ആയിരുന്നില്ല. അത് നിനക്ക് നല്ലോണം അറിയാം. ഇതൊന്നും നിന്നെ ബാധിക്കുന്നു അല്ലേ? ഇല്ല. എന്റെ മുഖത്ത് നോക്കിഷ, എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യല്ലേ പ്ലീസ്. ഇപ്പൊ ഈ കഴിഞ്ഞ 2 വർഷം ഞാൻ അനുഭവിച്ച ടോർച്ചർ നോക്കിയോ? അത് ഞാനും അനുഭവിച്ചില്ലേ? ഞാൻ പറഞ്ഞിട്ടാണോ? അല്ലല്ലോ. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാണോ? എന്തിനാ എങ്ങോട്ടായാലും ഒന്നും പറയേണ്ട ഒരൊറ്റ പോക്കല്ലേ നീ പോയെ? എന്നെ കുറിച്ച് ഒരിക്കലും നീ ആലോചിച്ചു? അവസ്ഥ അതായിപ്പോയി. എന്തവസ്ഥ ഇഷ? ആരാടി എനിക്ക് പോണം. അപ്പൊ ഞാൻ ആരുടെ കൂടെ പോയാലും എന്ത് ചെയ്താലും നിനക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല, റൈറ്റ്? എന്റെ പൊന്നു പെണ്ണെ, നിന്റെ വായിക്കാത്ത വാഴക്കായിരുന്നോ? അല്ല, നീ ഗൗരിയതാ? നദിയുടെ കൂടെ പഠിച്ചതാ, ആന്റിയുടെ ഫ്രണ്ടിന്റെ മോള്. ഭാഗ്യം, മറക്കൊന്നുമില്ലല്ലോ. ഇത് അത്തരം കഷ്ടമാടി. എനിക്ക് അവളുടെ പേര് കേൾക്കുമ്പോ തന്നെ ചൊറിഞ്ഞു വരും. ഇനി എന്റെ ചിരി കണ്ടാലേ അറിയാൻ തോപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. എന്തായിരിക്കും ഇനി അവളെങ്ങാനും ഇങ്ങോട്ട്? അവളെങ്ങനെ ഇങ്ങോട്ട് തന്നെ? ഇഷ, യെസ്. ഫസ്റ്റ് പ്രൈസ് എടുക്കട്ടെ? എന്തിന്? ഡേ ഡ്രീമിങ്ങിന്. വെരി ഫണി. ഇനിയല്ലേ ഫൺ. ഇതാരും ഗൗരിയോ? ഏട്ടന് സുഖല്ലേ? അതെനിക്ക് കുറച്ച് മേടിച്ചു കൊടുക്ക്. അമ്മ പറഞ്ഞ ഏട്ടനെയും കൂട്ടി പുറത്തൊക്കെ ഒന്ന് പോകാം. ഇഷ, എന്ത് നോക്കിയിരിക്കുവാ? കം വിത്ത് us. ഞാൻ ഇതിന് ഇവരുടെ കൂടെ പോണം. ഞാൻ ഇവരുടെ പറക്കാതെ പോയി. ഞാൻ കൊറേ മിസ് ചെയ്തു ഏട്ടനെ. എന്തിനാ എന്നെ നോക്കിയിരിക്കുന്നത്? അവൾ പറഞ്ഞു കേട്ടില്ലേ, മിസ് ചെയ്യുന്നു. പിടിച്ചൊരു കിസ് കൊടുക്ക. അതാണല്ലോ പതിവ്. കൊടുക്കട്ടെ? കൊല്ലിഞ്ഞ എന്താ? അല്ല, ഇവള് നമുക്കൊരു ഡിസ്റ്റർബൻസ് ആണോ ചോദിച്ചത്? ഇറ്റ്സ് ഓൾ റൈറ്റ് ഇഷിത. നിങ്ങൾക്ക് ട്രൂ ലവ് എന്താന്ന് പഠിക്കാൻ ഞങ്ങൾക്കല്ല വലിയ എക്സാമ്പിൾ വേറെ ഒന്നുമില്ല. ട്രൂ ലവോ? യാ, യു വാണ്ട് ടു ലേൺ വാട്ട് റിയൽ ലവ് ലുക്സ് ലൈക്ക്, റൈറ്റ്? ഏട്ടാ, നമുക്കൊന്ന് ഷോപ്പിംഗ് പോയാലോ? നീ പറഞ്ഞ പിന്നെ നോ അപ്പീൽ. അവളെ കെൻസിലേക്ക് എടുത്ത് ചാടാൻ പറഞ്ഞു. അങ്ങ് ചാടിക്കോ, വേണം ഞാൻ തള്ളി.
എന്റെ പൊന്നുമോൾ ഇതൊന്നും ബാധിക്കുന്നില്ലാല് എന്തായാലും പറയും. നിങ്ങൾ എന്തെങ്കിലും എന്റെ മൂക്കി നോക്കി നടക്കണം. നിങ്ങൾ കേട്ടാ മോളെ പെണ്ണല്ലേ അവളുടെ മൂക്കി നോക്കി നടക്കാം. എന്നതാ ഒന്നുമില്ല, വാ. ശരാ, ഇങ്ങനെ നോക്കി പേടിപ്പിക്കില്ല പെണ്ണെ. നിങ്ങൾ എന്തിനാ ഞാൻ നോക്കുമ്പോ പേടിക്കാൻ നിൽക്കുന്നേ? പിന്നെ ഞാനല്ലാണ്ട് വേറെ ആരാ പേടിക്കണ്ടേ? നിന്നോട് ഞാൻ ചോദിച്ചതല്ലേ വല്ലതും പറയാനുണ്ടോന്ന്? എനിക്കൊന്നും പറയാനില്ല. അത് മനസ്സിലായി. മോളവിടെ വാശിയും കെട്ടിപ്പിടിച്ചോണ്ട് നിന്നോ? ഞാൻ ഗൗരീനെയും എന്നാണ്? അല്ല, ഞാൻ എന്റെ വാശിയും കെട്ടിപ്പിടിച്ചിരുന്നോളാണ്. ജസ്റ്റ് മിസ്. ഇപ്പൊ സത്തേനെ. അങ്ങനെയാണെ നിങ്ങൾക്ക് കൊള്ളാം. ഇന്നത്തെ എന്റെ ഷെഡ്യൂൾ എവിടെ? മാം ഒന്നും പറഞ്ഞില്ലല്ലോ സർ. അവളെന്തേ? എത്തിയിട്ടില്ല. എത്തിയില്ലേ? 11:30 ആയല്ലോ. ഹലോ, എവിടെ? ഹലോ, ആര് ഓക്കെ? ഇന്ന് വന്നില്ലേ? ഇല്ല, പനിയ. അവിടെ ആരാ ഉള്ളത്? വരൂല. നീ എന്തെവിടെ? പറഞ്ഞ സത്യാണോ നോക്കാൻ വന്നാണോ? നല്ല മണിയുണ്ടല്ലോ. നീ വന്ന് നമുക്ക് സൈറ്റിൽ പോവാം. വേണ്ട. പോയി റെഡി ആയിട്ട് വാ ഇഷ. അല്ല വേണ്ട, ഈ ഡ്രസ്സൊക്കെ തന്നെ മതി, വാ. വേണ്ട, ഞാൻ പൊക്കോളാം. സാറിന്റെ സൈഡ് കൂടെ ഡേറ്റ് ഉള്ളതല്ലേ. നീ വന്ന് വണ്ടി കയറുന്നുണ്ടോ? അത് ഇങ്ങനെ എടുത്തോണ്ട് പോവാം. ആക്കി വിട്. കുറച്ചൊക്കെ അനുസരണ നല്ലതാ. എന്നെ അനുസരണം പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞു. മിണ്ടാണ്ടിരുന്നോ? പഴയ ഐഡിയാസ് ഒക്കെ എന്നെ കൊണ്ട് പൊടിതട്ടി എടുപ്പിക്കരുത്. എന്ത് ഐഡിയാസ്? കാണിച്ചു തരാം. മനസ്സിലായി. വണ്ടി എടുത്തു. ഒരു മാറ്റമില്ല. ഇഷ, കൈ കൊടുക്ക്. മതി. കൈ താ മോളെ. മതി ഏട്ടാ. ഒന്നുമില്ലടാ. ഇത് പേടിക്കൊന്നുമില്ല. നീ മോളെ ഹസ്ബൻഡിന്റെ കൈ മുറുക്കി പിടിച്ചോട്ടോ. എടുക്കുവാണേ. മതി. ഇല്ലടാ, കഴിഞ്ഞു. റെസ്റ്റ് എടുത്തു. പനി കുറഞ്ഞ ഇന്ന് തന്നെ പോവാട്ടോ. ഞാൻ ഉറങ്ങിക്കോ. ഇനി ഉറങ്ങിക്കോ. എന്നാ അത് നീ കൂടുതലൊന്നും ചിന്തിക്കേണ്ട, കിടന്നുറങ്ങിക്ക്. അല്ലാതെ പക്ഷെ ഇഷാ, ചുമ്മാ ഒരേ നാലിച്ചു കൂട്ടല്ലേ ഇങ്ങനെ. That's my girl. നീ ഒരു കാര്യം ചെയ്യ, എന്റെ കൂടെ വീട്ടിലേക്ക് പോരെ. അത് വേണ്ട. ഗൗരി ആന്റിയൊക്കെ ഉള്ളതല്ലേ. ഓ, അത് ഞാൻ വിട്ടുപോയി. എന്നാ ഞാൻ നിന്റെ കൂടെ വരാം. എന്തേ വന്നില്ലേ? കൊണ്ടുവന്ന പോലെ തിരിച്ചു കൊണ്ടുപോകാൻ എനിക്കറിയാട്ടോ. ഓഹോ, എന്നാ കൊണ്ടൊക്കും. ശരിക്കും? ആദ്യം ഞാൻ ചുമ്മാ പറഞ്ഞവനെ. So sorry darling, too late. ഇഷ, എഴുന്നേറ്റ്. എന്നാ ഈ കഞ്ഞി കുടിക്ക്. ഞാൻ എന്നെ ഇറങ്ങുവാണേ. നാളെ രാവിലെ വരാം. ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചൂടുവെള്ളം ഫ്ലാസ്കിലുണ്ട്. മരുന്ന് ബെഡ് സൈഡിൽ ഇരിപ്പുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിക്കണം കേട്ടോ. ഞാൻ പോയിട്ട് വരാം. ഗുഡ് നൈറ്റ്. അകലാൻ ശ്രമിക്കും തോറും ഈ മനുഷ്യനടുത്ത് വരാനുള്ള ഈശ്വര. ഇത്ര പെട്ടെന്ന് എത്തിയോ? ആന്റി എന്നെ ഒരൊട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? വാക്കേറിയിരിക്കും. ഞാൻ സൽക്കാരം കൂടെ വന്നതൊന്നുമല്ല. എന്റെ മോനുമായിട്ട് ഒരു കോണ്ടാക്റ്റും പാടില്ല എന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാ.
ധിക്കരിക്കാനാണ് ഭാവം എനിക്ക്. ആന്റി, ഞാൻ നിന്റെ ന്യായീകരണം കേൾക്കാൻ വന്നതല്ല, എനിക്കൊരു താക്കീത് തരാൻ വന്നതാ. ഞാൻ എന്റെ കല്യാണം ഉറപ്പിച്ചു. ഗൗരിയായിട്ട് എടങ്കോലിടാനാണ് പ്ലാനെങ്കിൽ പൊന്നു മോളെ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അതിലാണ് നിന്നെയൊക്കെ എല്ലാം കണ്ടു പ്രേമിച്ചതാണ്. ഇഷ, അമ്മ എന്തിനാ വന്ന്? അമ്മയുടെ കാറ് പോകണുണ്ടല്ലോ. അത് എനിക്ക് വയ്യാത്തോണ്ടി വഴി പോയപ്പോ കാണാൻ കയറിയതാ. നീ എന്താ വല്ലാണ്ടിരിക്കുന്നത്? ഒന്നുമില്ല, വിശക്കുവാ. എന്നാ ഇഷ, നിന്റെ പനി മാറിയില്ലേ? മാറിയല്ലോ. പിന്നെന്താ നീ ഭയങ്കര സൈലന്റ് ആയിരിക്കുന്നേ? അത് നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താടാ കരയല്ല കണ്ണ, കാര്യം പറ. വയ്യഞ്ഞിട്ടാണോ? അന്ന് കിടന്നുറങ്ങി എഴുന്നേക്കുമ്പോൾ ശരിയായിക്കോ. സത്യത്തിൽ നിന്റെ പ്രശ്നം എന്താ? ഇടി നിനക്കുള്ള കാര്യം ദേവിന്റെ അടുത്ത് പറഞ്ഞൂടെ? ഞാൻ എന്താ പറയണ്ടേ? അവന്റെ അമ്മ പക്ക ടോക്സിക് പേഴ്സൺ ആണ്. അവനെ കൊണ്ട് താങ്ങാൻ പറ്റില്ലായിരുന്നു. And what made you think losing you would make him feel better? സെൽഫിഷ് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരാ ചത്ത് ജീവിക്കുന്നു. കാര്യമല്ല, പോട്ടെ. ഹലോ ഇഷ, ഞാനൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വിളിച്ചതാ. പറഞ്ഞു സർ. ഈ വീക്കെൻഡ് എന്റെ കല്യാണമാണ്. അതുകൊണ്ട് ഇന്ന് സാരിയൊക്കെ എടുക്കാൻ പോകണം. ഇനിയിപ്പോ എന്റെ എല്ലാ മീറ്റിംഗ്സും പോസ്റ്റ്പോൺ ചെയ്തേക്ക്. പിന്നെ നീ കൂടി വന്ന ലിസ്റ്റ് നടത്തണം. അതുകൊണ്ട് ഓഫീസിലേക്ക് പോരാ. അവിടെ നമുക്ക് ഒരുമിച്ച് ഷോപ്പിലേക്ക് പോവാം. എന്താ വെച്ചേ? ആദി, എന്നതാടി പേടിപ്പിക്കുന്ന കാര്യം പറ. എന്റെ കല്യാണം ഈ വീക്കെൻഡ് എന്നോട് ഗൗരിയുടെ കൂടെ സാരി എടുക്കാൻ ചെല്ലാൻ പറയും. നീ എന്ത് ചെയ്യാൻ പോവാ? കൂടെ പോവാൻ പോവാ. ഓ, എല്ലാത്തിനും പറയാം. അവരൊക്കെ എന്ത്? ഷോപ്പിലുണ്ട്, നീ വാ. നിനക്കെന്താ ഒരു സങ്കടമൊക്കെ പോലെ? ഉറക്കം ശരിയായില്ലാതെ അത്രേ ഉള്ളൂ. എടി, നീ ഇന്ന് വീട്ടിലേക്ക് പോയ കുറച്ച് ഫയൽസ്. ഇഷ, നീ ഓക്കെ ആണോ? അതെല്ലോ. അപ്പൊ നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? എന്തിനാ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കുഴപ്പമുണ്ടോ നീ ചോദിച്ചോണ്ടിരിക്കുന്നേ? എനിക്ക് കുഴപ്പമുള്ളതുണ്ട്. എന്നെ ഇതെല്ലാം ബാധിക്കുന്നുള്ളതുകൊണ്ട് ഇഷ. എന്തേ, എനിക്കൊന്നും പറയുന്നില്ല? ഞാൻ എന്ത് പറയാനാ? എന്ത് പറയാനാണോ ഇഷ? ഇറ്റ്സ് മൈ വെഡിങ്. അതിലിപ്പോ ഞാൻ എന്ത് ചെയ്യണം? നിനക്കൊന്നും ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടേ? നിനക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു അത് ചെയ്. പഴയ പോലെ ഇട്ടിട്ട് പോകാനോ തോന്നിയെങ്കിൽ പൊക്കോ. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നിട്ടിട്ട് പോകാന്നുള്ള നിന്റെ കോൺഫിഡൻസ് അല്ലേ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അത് സത്യമാ, ഞാൻ നിന്നിട്ടിട്ട് പോകില്ല. പക്ഷെ ഇതിന്റെ കല്യാണ വൈഷ, എന്നിട്ട് നിനക്കൊന്നും ചെയ്യാനോ പറയാനോ തോന്നുന്നില്ല. ഇനിയും എത്ര നാളെ നീ ഇത് ഒളിപ്പിച്ചു വെക്കും? ഐ നോ എവറിത്തിങ്. ഞാനെല്ലാം പറഞ്ഞു. എന്റെ അമ്മ എനിക്ക് ഇമ്പോർട്ടന്റ് ആണ് ഇഷ. But I don't know what made you think that you're not. അമ്മയ്ക്ക് വേണ്ടി എന്നെ വേണ്ടാന്ന് വെക്കാൻ മാത്രം സ്നേഹം നിനക്ക് എന്നോടുള്ളൂടെ? നോ. പിന്നെ എന്റെ കരിയർ തേങ്ങ കൊല. നിന്നെക്കാളും വലുതാണൂടി എനിക്ക് എന്റെ കരിയർ. സോറി. എന്തിന്? എത്ര നാളും വേദനിപ്പിച്ചതിന്, ഇട്ടിട്ട് പോയതിന്, എല്ലാത്തിനും സോറി മാത്രമേ ഉള്ളൂ? വേറെ എന്തെങ്കിലും കൂടി? ആദ്യട്ടാ എന്തോ മനുഷ്യ. അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ അല്ല. അപ്പൊ കല്യാണം എന്താ? ഗൗരിയൊക്കെ വീട്ടിൽ പോയി. എന്റെ കുശുമ്പി പറഞ്ഞു എവിടെ കുത്തി കത്തുമെന്ന് എനിക്ക് നല്ലോണം അറിയാലോ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഞാൻ ചുമ്മാ ഒരു പ്ലാൻ ഇട്ടല്ലേ. ഇത്ര നാളായ വലിയൊന്ന് കേട്ടിട്ട് നിങ്ങളുണ്ടല്ലോ എന്നെ ബാക്കി പറ. അതിനെന്തിനാ ഇഷ്ടപ്പെട്ടല്ലേ? എനിക്ക് എന്റെ പെണ്ണിന്റെ അടുത്ത് വന്നൂടെ? ആദ്യേട്ടാ എന്നതാടി നിങ്ങളുടെ മോനെ പിടിച്ചോണ്ട് നോക്കി. എന്നതാ പുതിയ പ്രശ്നം? നീ പോയി കളിച്ചു.
സ്വാഭാവികം, നിങ്ങളുടെ അതേ സ്വഭാവം. പിന്നെ എന്റെ മോനെ എന്റെ സ്വഭാവം കിട്ടുള്ളൂ. എടീ, അവൻ പറയുമായിരുന്നു അവന്റെ ഫ്രണ്ട്സിനൊക്കെ കളിക്കാൻ കൂട്ടുന്ന അനിയനൊക്കെ ഉണ്ടെന്ന്. അല്ല, പിള്ളേരുടെ ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെ അങ്ങ് സാധിച്ചു കൊടുക്കണമെന്നേ. അതിനത് പിള്ളേരുടെ ആഗ്രഹമല്ലല്ലോ. ചില്ലറ ആഗ്രഹമൊന്നുമില്ല. പോയാ തേങ്ങ ചെലവ് മനുഷ്യ. ആ, നമ്മളെ ചെറുതാൻ മാത്രം മതി. ചുമ്മാ കള്ളക്കടച്ചിൽ കഴിഞ്ഞുണ്ടല്ലോ. ഞാൻ ഇത് ഇങ്ങോട്ടാ, എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. മറിച്ച് ഈ ഫുഡ് ഓർഡർ ചെയ്യാം. അപ്പൊ ഇന്നലെയോ? അല്ലാതെ മിനിയാന്നോ? ചേടാ, ഇതെന്ത് കഷ്ടമാ. എന്റെ കൊച്ചു ഒത്തിരി പണിയെടുക്കണ്ടല്ലോ എന്നോർത്ത് ഫുഡ് ഓർഡർ ചെയ്തപ്പോ എനിക്കാണ് ഇപ്പൊ കുറ്റം. അല്ലെങ്കിൽ മോനെല്ലാം കൂടെ പണിയെടുത്തിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റാനിട്ടല്ല. അതൊക്കെ ഓരോ ആചാരങ്ങളാകുമ്പോ എന്താചാരം? നീ വർത്തനം പറയണെങ്കിൽ വന്നു അതിടപെട്ടി കൊച്ചു പോയിരുന്നു. കൊച്ചൊക്കെ കുറച്ച് കഴിഞ്ഞു എന്റെ മമ്മി വാങ്ങി.